കൊല്ലവർഷം 2015. സാംസങ് അവരുടെ S26 ഇറക്കി, LG അവരുടെ വീട്ടിൽ ഇറക്കി, HTC അവരുടെ 199 ഇറക്കി, ആൻഡ് മൈ ഫേവറേറ്റ് കമ്പനി സോണി അവരുടെ Xperia C5 പ്രീമിയം ഇറക്കി. പക്ഷെ ഇപ്പൊ നോക്കിയാൽ കാണാം, ഈ ഉള്ള കമ്പനികളിൽ സാംസങ് മാത്രം, ബാക്കിയുള്ളവരൊക്കെ പോയി. സോണി ഇപ്പോഴും ഫോൺ ഇറക്കുന്നുണ്ട്, പക്ഷെ എന്തൂസിയാസ്റ്റിന് വേണ്ടിയുള്ള ഫോൺ മാത്രം നിൽക്കുന്നുള്ളൂ. മാസ് കൺസ്യൂമേഴ്സിനുള്ള ഫോൺ അവന്മാരെ ഇറക്കുന്നത് നിർത്തി. ഒടുക്കത്തെ വില വെച്ചാണ് ഇപ്പൊ ഫോൺ നോക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള കമ്പനികൾ താഴോട്ട് പോകാനും സാംസങ് മുകളിലോട്ട് പോകാനുള്ള റീസൺ? 2015 ടൈമില് സാംസങ്ങിന് വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പറ്റീഷൻ കൊടുത്തുകൊണ്ടിരുന്ന കമ്പനിയാണ് ഏത്? LG. ഡിസ്പ്ലേ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നവന്മാരാണ്. അതേപോലെ തന്നെ അവന്മാർക്ക് ഭയങ്കര ഇന്നോവേഷൻ. അവന്മാരാണ് വീട്ടിലാണ് ആദ്യമായിട്ട് സെക്കൻഡറി ഡിസ്പ്ലേ കൊണ്ടുവന്നത്. അമ്മാരി ഇന്നോവേഷൻ, അതുപോലെ തന്നെ മോഡുലാർ ബാറ്ററി ഇന്നോവേഷൻ ആയിരുന്നു അവരുടെ മെയിൻ. പക്ഷേ അധികമായ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഇന്നോവേഷൻ കുറച്ച് കൂടിപ്പോയുണ്ട്. സോഫ്റ്റ്വെയറോട് ശ്രദ്ധിക്കാൻ അവരങ്ങട് പറഞ്ഞു. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കുറഞ്ഞു, ഓപ്റ്റിമൈസേഷൻ കുറഞ്ഞു, സ്റ്റെബിലിറ്റി കുറഞ്ഞു, അവന്മാരങ്ങട് പോയി. അതേപോലെ HTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലീനസ്റ്റ് സോഫ്റ്റ്വെയർ ഓഫർ ചെയ്യുന്ന കമ്പനിയായിരുന്നു അവന്മാര്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്ലീൻ ആയിരുന്നു നമ്മുടെ UI എന്ന് വെച്ചാൽ ബേസിക്കാ ഒന്നുമില്ല. സ്കിൻഡ് സാംസങ് നന്നായി സ്കിൻഡ് UI ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ HTC ഒക്കെ പക്ക സ്റ്റോക്ക് ആൻഡ് പോലത്തെ പരിപാടിയാണ്. പക്ഷേ സ്മാർട്ട് ഫോൺ അല്ല, VR ആണ്, വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ്സ് ആണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് അവന്മാർ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോയി. അവന്മാരത് വഴി പോയി. Then comes the സോണിക്കുട്ടൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒടുക്കത്തെ വിലയാണ് ഫോണിന്. വിലക്കുള്ള സാധനം ഫോണിൽ കൊടുക്കത്തില്ല. ഇപ്പോഴും തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മേടിക്കുന്നില്ല. അതേപോലെ തന്നെ ഭയങ്കര രസമുള്ള സോഫ്റ്റ്വെയർ ആണ്. ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. സ്കിൻഡൊന്നും അല്ല, പക്ഷെ ഒരു വാശിനും കൊള്ളത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേ ഉണ്ടാക്കും, ക്യാമറ സെൻസർ ഉണ്ടാക്കും, സ്പീക്കർ ഉണ്ടാക്കും. പക്ഷെ ഈ ഇതൊക്കെ ഉണ്ടാക്കുമെങ്കിലും പോയിന്റ് ആൻഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫോട്ടോ ഒരു കാശിനും കൊള്ളാത്ത ഫോട്ടോയാണ്. സീരിയസ്ലി പറയാം, അവന്മാരുടെ പ്രോസസിങ് വൻ ഷോകളാണ്. അവന്മാര് സോഫ്റ്റ്വെയർ നോക്കിയിട്ടേ ഇല്ല. അതുപോലെ തന്നെ അപ്ഡേറ്റ്സും കണക്കാണ്. പക്ഷെ ആ സമയത്ത് സാംസങ് അവന്മാരുടെ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തു, ബാക്കി കാര്യങ്ങൾ നോക്കി അവന്മാര് ഈ ലെവലിലെത്തി. ഞാനിപ്പോ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2035 ആകുമ്പോഴത്തേക്കും ഈ അവസ്ഥ വരാൻ പോകുന്നത് സാംസങ്ങിനായിരിക്കും. ഇപ്പൊ പോകുന്ന പോലെ അവന്മാര് എന്നോട് പോയി കഴിഞ്ഞാൽ 2035 ആകുമ്പോഴത്തേക്കും സാംസങ്ങും LGയും ഇതേപോലെ പോണ്ടി വരും. സോ സാംസങ് അവരുടെ ഇതിൽ നിന്ന് പഠിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഒരു അപ്ഡേറ്റും ഹാർഡ്വെയർ പരമായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും ഫോൺ കൊണ്ടുവന്നിട്ടില്ല. അവർ സോഫ്റ്റ്വെയറിലാണ് കളി മൊത്തം. AI പിടിക്കുന്ന മൊത്തം. സോ ഇറ്റ്സ് ടൈം ദേ ഷുഡ് അപ്ഡേറ്റ് ദെയർ ഹാർഡ്വെയർ ആൻഡ് ഓൾസോ അപ്ഡേറ്റ് ദി ഫ്രണ്ട് ക്യാമറ ഓൾസോ. 12 MB ആണ് 2 വർഷമായിട്ട് വെച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ സാംസങ് ഈ സംഭവം തുടർന്ന് കഴിഞ്ഞാൽ സാംസങ്ങിന്റെ ശരിയല്ലേ സാംസങ് ഫാൻസ്? അപ്പൊ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഒന്നും ചെയ്തിട്ടില്ലെന്ന് അറിയാം. ശരി, ഓക്കെ, ബൈ.